നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം ക്ലാസ് നമുക്ക് കാണാം. ഇന്ന് ഒരു സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി സ്റ്റെപ്സാണ് ഇന്ന് എടുക്കുന്നത്. നോക്കാം നമുക്ക്. ബാക്കി സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ ബാക്കി സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. സ്റ്റെപ്പ് പറഞ്ഞുതരാം. അവിടെ നിന്ന് നോക്കിക്കോ, അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഇതാണ് 1 2 3 4. അത് വലുതുകയും പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. 1 2 3 4. ഇനി നമ്മൾ ഇങ്ങോട്ട് നേരത്തിന് 5 വലതുകാൽ 6 ഇടതുകാൽ 7 8 വീണ്ടും ഇടതുകാൽ 1 2 3 4 വന്നിട്ട് നമ്മൾ തിരിഞ്ഞു 5 6 7 8. അതായത് നമ്മൾ ഇങ്ങോട്ട് വലതുകാൽ 1 2 3 ഇടതുകാൽ 4. നമ്മൾ നേരെ തിരിഞ്ഞു എന്നിട്ട് നമ്മൾ വലതുകാൽ ചോട്ടി 2 പ്രാവശ്യം 1 2 ഇടതുകാൽ പറയിച്ചു 3 4 വീണ്ടും ഇടതുകാൽ 2 പ്രാവശ്യം ചോട്ടി 5 6 7 8 ഇങ്ങനെ വരും. പിന്നെ 1 2 3 4 വരും. മനസ്സിലായ? കുറച്ചുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ചെയ്തു നോക്കാം അല്ലേ? ചെയ്തു 1 2 3 4 5 6 4 7 8. അല്ലേ? 1 2 3 4 അവിടെ 5 6 7 8. ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. സംശയമുണ്ടോ? ഒന്നും നോക്കാം. ശരി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. കറക്റ്റാണ് ചെയ്തത്. ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് വളരെ നമ്മൾ അത് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ഇതാണ് 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മൾ 1 2 3 പറഞ്ഞു 4 ഇവിടെ 1 2 3 4 എപ്പോഴും ചെയ്യേണ്ട സ്റ്റെപ്പാണ്. 1 2 3 4 5 6 7 8. പിന്നെ നമ്മൾ ഇത് തന്നെ 1 2 മുമ്പോട്ട് വന്നു 3 4 പിന്നെ 5 6 7 8. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ചെയ്തു 1 2 രണ്ടാമത്തെ ചെയ്തു 1 2 3 4 5 6 7 8 മുമ്പോട്ട് 1 2 പുറകോട്ട് 3 4 5 6 7 8. ഒന്നും കൂടെ താഴെ ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായില്ല? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? തിരിച്ചില്ല. ഒരു പ്രാവശ്യം ചെയ്യാം. ചെയ്തു 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചേർത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായി മനസ്സിലായി അല്ലേ? ശരി. അപ്പം നമുക്ക് ഈ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ചെയ്യാം. 2 പ്രാവശ്യം കൂടി ചേർത്ത് ചെയ്യാം. ആദ്യത്തെ ഇതാണ്. അതിൻ്റെ ഇത് അത് 2 പ്രാവശ്യം ചെയ്യാം. മറ്റു 2 പ്രാവശ്യം ചെയ്യാം. 1 2 3 4
5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5. നമ്മൾ ചേർത്ത് ചെയ്യാം. ഓക്കെ, ചേർക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നുകൂടി ഇങ്ങോട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. സംശയം ചെയ്തത് കുറച്ച് ചെയ്യാൻ നമുക്ക്. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ മനസ്സിലായില്ലേ? ശരി, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ഒന്ന് ഉപയോഗിക്കാം അല്ലേ? ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നും കൂടെ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് പറയുമ്പോൾ കൈ താഴേന്ന് പതുക്കെ മുകളിലോട്ട് പോയി ഓരോ സ്റ്റെപ്പായിട്ട് അത് അങ്ങനെ ഒന്ന് ചെയ്യും. നോക്കാം നമുക്ക് ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് പോലെ. 1 പതുക്കെ കൈ 1, 2, 3, 4. അതിന് അതുപോലെ തിരിച്ച് ആ കൈ ഇങ്ങോട്ട് വിട്ടിട്ട് പുറകോട്ട് അതേപോലെ കാല് പുറകോട്ട് പോകണം. അപ്പം 1, 2, 3, 4. അതാണ് അതുപോലെ അങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുക. 1, 2, 3, 4. തിരിച്ച് 1, 2, 3, 4. അതാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ വലതുകാലം ആദ്യം വെച്ച് പോകുന്നു, തിരിച്ചതുപോലെ വലതുകാലം തിരിച്ച് വെച്ച്, നമ്മൾ തിരിച്ച് ഇടതുകാലം വെച്ച് അതുപോലെ തന്നെ തിരിച്ചു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് അല്ലേ? നമുക്ക് എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ സ്റ്റെപ്പ് പെട്ടെന്ന് പഠിക്കാം. ആർക്കും ഒട്ടും നമ്മൾ നടക്കാൻ അറിയാവുന്ന സ്റ്റെപ്പ് പഠിക്കാം അല്ലേ? അതാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചെടുക്കും അല്ലേ? ശരി. ക്ലാസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ തിരുവാതിരയും കൂടെ അതിൽ ഉൾപ്പെടുത്തി മറ്റ് ഡാൻസിൻ്റെ കൂടെ. അപ്പം നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഇതെല്ലാവരും നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കമൻസ് നിങ്ങൾ ഇടണം. തീർച്ചയായിട്ടും നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് കണ്ടു നോക്കൂ.